വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശിമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ട് ഈശോയോട് ചോദിച്ചു, ഇവന്റെ കാര്യം എന്ത്? ഈശോ പത്രോസിനോട് പറയുകയാണ്, ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത്? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ കൃഷ്ണനാഥൻ നമ്മോട് പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒത്തിരിയേറെ കൃപകളും വരങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ കൃപകളിലും വരങ്ങളിലും ജീവിക്കുവാൻ, ഉള്ളത് കൊണ്ട് സന്തോഷമാകുവാൻ, തൃപ്തിപ്പെടുവാനായിട്ട് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്. പത്രോസിനെ തന്റെ താക്കോൽ കൂട്ടമെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ വരുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ ശിഷ്യൻ ഈശോയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്ന് പത്രോസിന് അറിയാം. ഈശോയുടെ വക്ഷത്തിൽ ചാരിക്കിടന്ന ശിഷ്യനാണ് യോഹന്നാൻ. പക്ഷെ ആ ശിഷ്യനെ കണ്ടപ്പോൾ പത്രോസ് ചോദിച്ച ചോദ്യത്തിന് ഈശോ പറഞ്ഞ മറുപടിയാണത്, അവന് ഞാൻ വരുന്നതുവരെ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് എന്ത്? അതാണ് ദൈവഹിതമെങ്കിൽ നിനക്ക് എന്ത് എന്ന് ചോദിച്ച്. പത്രോസ് ചോദിച്ചത് അസൂയ കൊണ്ട് ചോദിച്ചതാണ്. ഇത്രയും അടുത്ത് നിൽക്കുന്നവൻ, ഇത്രയും സ്നേഹത്തോടെ പരസ്പരം സ്നേഹിക്കുന്നവരെ ഈശോ ആ ശിഷ്യനെ സ്നേഹിച്ചു, ശിഷ്യൻ ഈശോയെ അത്രയേറെ സ്നേഹിച്ചിരുന്നു എന്ന വചനത്തിലൂടെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അവന് എന്ത് നീ കൊടുക്കും? എനിക്ക് ഈ താക്കോൽ കൂട്ടമെല്ലാം തന്ന് എന്നെ പരമേൽപ്പിച്ചു, അപ്പോൾ ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താണ് അവന് കൊടുക്കുവാനായിട്ട് നീ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഈശോ പറഞ്ഞത്, നിനക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ, ഉള്ളതിൽ സന്തോഷിക്കുവാൻ, ഉള്ളത് വെച്ച് തമ്പുരാന് നന്ദി പറയുവാനായിട്ടാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നാം എങ്ങനെയാണ് നയിക്കുന്നത്? ഉള്ളതിൽ സന്തോഷിക്കുന്നവരാണോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണോ? അതോ നമ്മുടെ മറ്റ് സഹോദരി സഹോദരന്മാരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരാണോ? ഒരു നിമിഷം ആത്മപരിശോധന ചെയ്തുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ ഉള്ളതിൽ തൃപ്തിപ്പെടുവാൻ, ഉള്ളത് കൊണ്ട് സന്തോഷിക്കുവാൻ, ഉള്ളതിന് നന്ദി പറയുവാൻ നാം മനസ്സ് കാണിക്കുമ്പോൾ വീണ്ടും വീണ്ടും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവ് നമ്മുടെ കൈ പിടിക്കും. നമുക്ക് മുമ്പോട്ട് നടക്കുവാനായിട്ട് സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.